നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ നാം കാണുന്നത് 2024 ഒളിമ്പിക്സ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളായാലും ഏത് പരീക്ഷകളായാലും ഒളിമ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ചോദ്യ ഏരിയയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്കാണ്. അപ്പോൾ ചരിത്ര ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2024 ഒളിമ്പിക്സ് എത്രാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. 33ാമത്തെ ഒളിമ്പിക്സ്. നമുക്കറിയാം ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് 1896 1896 ഗ്രീസിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. അപ്പൊ അതിവിടെ നിന്ന് നമ്മൾ എണ്ണി തുടങ്ങി 33ാമത്തെ ഒളിമ്പിക്സ് ആണ്. ഇതിനിടയിൽ ചില വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നിട്ടില്ല എങ്കിൽ കൂടി നമ്മൾ അത് എണ്ണുന്നുണ്ട്. പിന്നീട് 1900 രണ്ടാമത്തെ ഒളിമ്പിക്സ് നടന്നത്. ഈ വർഷങ്ങൾ ഒരുമിച്ച് എഴുതിക്കുന്നതിന്റെ കാര്യം എന്താ? 1900, 1924, 2024 ഈ 3 വർഷവും വേദിയായത് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ആണ്. പാരീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. പാരീസ് സീൻ നദീ തീരത്താണ്. അപ്പൊ പാരീസ് ഏത് നദീ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീൻ നദീ തീരത്താണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ 1900, 1924, 2024 ഈ 3 വർഷവും ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. ഇനി ഇവിടെ കുറച്ച് വർഷങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. BC 776 AD 393. ഇതിൽ BC 776 പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത്. BC 776 എവിടെയാണ്? ഗ്രീസിലാണ്. അതേസമയം അത് നിർത്തലാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ AD 393 ഇവിടെ 3 വർഷങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആധുനിക ഒളിമ്പിക്സിലേക്ക് കടക്കുമ്പോൾ 1908, 1948, 2012 ഇത് 3ന്റെയും വേദി ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ ആണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ആദ്യമായിട്ട് ഒരേ സ്ഥലത്ത് 3 തവണ ഒളിമ്പിക്സിന്റെ വേദി ആയത് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ ആണ്. അപ്പൊ ആദ്യമായിട്ട് 3 തവണ ഒരേ സ്ഥലം വേദിയായത് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ ആണ്. 1908, 1948, 2012 ഇപ്പൊ പാരീസും 3 തവണ വേദിയായി. അതുകൊണ്ടാണ് ഈ പോയിന്റ് കൂടി നമ്മൾ പഠിക്കേണ്ടി വന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വർഷം 1952 1952 ഒളിമ്പിക്സ് നടന്നത് ഹെൽസിങ്കിയിലാണ്. ഇനി ഹെൽസിങ്കി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൻലാൻഡിലാണ്. ഫിൻലാൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി. അവിടുത്തെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വ്യക്തിഗത മെഡൽ, അതായത് ഒരാള് ഒരു മെഡൽ നേടി ചോദിച്ചു കഴിഞ്ഞാൽ അത് 1952 ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KD ജാദവ് ഗുസ്തി താരമാണ്. ഇത് സ്വതന്ത്ര ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാര്യമല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് വ്യക്തിഗത മെഡൽ നേടിയത് KD ജാദവാണ്. വെങ്കല മെഡലാണ് നേടിയത്. അത് എന്താണ് എടുത്തു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോക്കിയിൽ ഇന്ത്യ ധാരാളം മെഡൽ നേടിയിട്ടുണ്ട്. നാം എന്നാൽ അത് പരിഗണിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുക, വ്യക്തിഗത മെഡൽ. പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് 1984 1984 വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി ലോസ് ഏഞ്ചൽസ് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അവിടെ എന്താണ് സംഭവിച്ചത്? PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ചോദിച്ചാലും 1984 ഒളിമ്പിക്സ് ആണ്. PT ഉഷ അറിയപ്പെടുന്ന പേരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ തന്നെയാണ് ഇപ്പോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ചോദിച്ചാലും PT ഉഷയാണ്. ഇനി 2000 വരുമ്പോൾ 2000 സിഡ്നി ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത വ്യക്തിഗത മെഡൽ നേടിയത്. അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണം മല്ലേശ്വരി. അപ്പൊ 2000 കർണം മല്ലേശ്വരിയാണ് ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടുന്ന വനിത. കർണം മല്ലേശ്വരി വെങ്കലമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് 2004 വെള്ളി മെഡൽ നേടി ആദ്യമായിട്ടൊരു വ്യക്തിഗത വെള്ളി. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ് ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത വെള്ളി മെഡൽ നേടിയത്. പിന്നീട് 2008 ബീജിംഗിലാണ് 2008 ഒളിമ്പിക്സ് നടന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെയാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയത്. അപ്പൊ അഭിനവ് ബിന്ദ്രയുടെ ഇനം ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. ഇനി വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. അപ്പൊ നമ്മള് 33ാമത്തെ ഒളിമ്പിക്സ് ആണ് എവിടെ നടന്നതെന്ന് പറഞ്ഞു? പാരീസിൽ നടന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 32ാമത്തെ ഒളിമ്പിക്സ് 2020 നടക്കുക. അതെവിടെയാണ്? ടോക്കിയോയിലാണ് നടന്നത്. 32 ടോക്കിയോയിലാണ്. ടോക്കിയോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരുണ്ട്? ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യമായിട്ട്
സ്വർണ്ണ മെഡൽ നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. ഇനം ചോദിച്ചു കഴിഞ്ഞാൽ ജാവലിൻ ത്രോ ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ജാവലിൻ ത്രോ. പിന്നെ 2024 ഒളിമ്പിക്സ് പാരീസിലാണ്. 2028 ഒളിമ്പിക്സ് അത് 34ാമത്തെ ഒളിമ്പിക്സ് ആണ്. 34ാമത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. ലോസ് ഏഞ്ചൽസ് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലാണ്. 2032 35ാമത്തെ ഒളിമ്പിക്സ് നടക്കുക. അത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് സംഘടനകളാണ് നോക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ച ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 23, 1894 ജൂൺ 23, 1894. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ലോസെയിൻ. ലോസെയിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ്. ഇനി ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിമിത്രിയസ് വിഗേലസ്. ആദ്യ അധ്യക്ഷൻ ഡിമിത്രിയസ് വിഗേലസ്. അതേസമയം രണ്ടാമത്തെ അധ്യക്ഷനാണ് പിയറി ഡി കുബർട്ടിൻ. ഇദ്ദേഹത്തെ നമ്മളൊന്ന് ഓർക്കണം. അതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിയറി ഡി കുബർട്ടിനാണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ്. ഇദ്ദേഹം ഒരു ഫ്രാൻസിന്റെ താരമാണ്. പിന്നെ ഉള്ള വ്യക്തിയാണ് തോമസ് ബാച്ച്. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യം, നിലവിൽ ആരാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ബാച്ച് ആണ്. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 2025 മെയ്യിൽ ഇദ്ദേഹമാണ്. അതേസമയം 2025 ജൂൺ ആകുമ്പോഴത്തേക്കും പുതിയ ആള് ചാർജ് എടുക്കും, ക്രിസ്റ്റി കവൻട്രി. ക്രിസ്റ്റി കവൻട്രിയുടെ പ്രത്യേകത, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ വനിതയാണ്, പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ തലപ്പത്തെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജ കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. രാജ്യവും PSCയിൽ വന്ന ഒരു ചോദ്യമാണ് സിംബാബ്വെ. ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റി കവൻട്രി ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഒളിമ്പിക് മോട്ടോയാണ്. എന്താണ് ഒളിമ്പിക് മോട്ടോ? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ഉയരത്തിൽ, ഒന്നിച്ച്. അതിൽ ഒന്നിച്ച് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തത് 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. അതിന്റെ കാരണം എന്താണ്? അത് കൂട്ടിച്ചേർക്കാനുള്ള കാരണം നമുക്കറിയാം, കോവിഡ് ആണ്. കോവിഡിന് ശേഷം നടന്ന ഒളിമ്പിക്സ് ആയതുകൊണ്ടാണ് അവിടെ വെച്ച് ഒന്നിച്ച് എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ കരുത്തോടെ, ഒന്നിച്ച് എന്നതാണ് ഒളിമ്പിക്സിന്റെ മോട്ടോ. ഇവിടെ നിന്ന് PSC ചോദിച്ചൊരു ചോദ്യമാണ്, ഒളിമ്പിക്സിന്റെ ഓത്ത് ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1920 1920 ഒളിമ്പിക് ഓത്ത് ആദ്യമായിട്ട് തുടങ്ങിയത്. അത് ഇപ്പൊ നടന്ന ഡിഗ്രി പ്രിലിംസ് 2025 ചോദിച്ച ചോദ്യമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലേക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചത് 1927 സ്ഥാപിത പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദൊറാബ്ജി ടാറ്റയാണ്. അതേസമയം സെക്രട്ടറി AG നൊഹ്റൻ ആണ്. ഇനി നിലവിൽ ആരാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷയാണ്. നമുക്കറിയാം PT ഉഷ രാജ്യസഭാ മെമ്പർ കൂടിയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 12 വ്യക്തികളിൽ ഒരാളാണ് PT ഉഷ. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ PT ഉഷയാണ്. അപ്പൊ ഇവിടെ ക്രിസ്റ്റി കവൻട്രി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ്. അതേപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെയും ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇനി ആരാണ് V സുനിൽകുമാർ? നമുക്കറിയാം ഇദ്ദേഹം കേരള ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് V സുനിൽകുമാർ. ഇതെല്ലാം PSC മുൻകാലങ്ങളിൽ പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ക്രിസ്റ്റി കവൻട്രി ഏത് ഐറ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നീന്തലാണ്. നീന്തൽ താരമായിരുന്നു ക്രിസ്റ്റി കവൻട്രി. ഇത്രയും വസ്തുതകൾ നമ്മൾ ചരിത്ര ഭാഗത്ത് നിന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ വരുന്നത് 2024 2024 വേദി നമുക്കറിയാം പാരീസ് ആണ്. പാരീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ്. നടന്നത് 26 ജൂലൈയിലായിരുന്നു ഉദ്ഘാടനം. 26 ജൂലൈ മുതൽ ഓഗസ്റ്റ് 11 വരെ. ഇതിന്റെ മോട്ടോ ആയിരുന്നു ഗെയിംസ് വൈഡ് ഓപ്പൺ. ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഫിജിയൻ തൊപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫിജസ് ആയിരുന്നു ഇതിന്റെ ഭാഗ്യചിഹ്നം. ഈ ഒളിമ്പിക്സിൽ കൂട്ടിച്ചേർത്ത ഐറ്റമാണ് ബ്രേക്ക് ഡാൻസ്. ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇനമാണ് ബ്രേക്ക് ഡാൻസ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ഓർഡർ നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. ഇത് ഒരു PSC ചോദിച്ച ചോദ്യമാണ്. ഒളിമ്പിക് ഓർഡർ IOCയുടെ 142ാം സമ്മേളനത്തിൽ ഒളിമ്പിക് ഓർഡർ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടിയ അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അഭിനവ് ബിന്ദ്ര 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ആ വ്യക്തിഗത സ്വർണം നേടിയെന്നുകൂടി ഓർത്തു വയ്ക്കുക.
ഇനി നമ്മൾ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് മെഡൽ പട്ടികയാണ്. മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ് മെഡൽ പട്ടിക. ഒന്നാം സ്ഥാനത്ത് എത്തിയത് അമേരിക്കയാണ്, രണ്ടാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 71 സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 71. ഇനി ആതിഥേയ രാജ്യമായ ഫ്രാൻസിന്റെ കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫ്രാൻസിന് കിട്ടിയത് 5 സ്ഥാനമാണ്. അപ്പോൾ 1 സ്ഥാനം അമേരിക്കയാണ്, 2 സ്ഥാനം ചൈന, 5 സ്ഥാനത്ത് ഫ്രാൻസ്, 71 സ്ഥാനത്താണ് ഇന്ത്യ എത്തിയത്. ഇനി ഇവിടെ കണ്ടോ 40-40. PSC ഒരു സമയം ചോദിച്ച ചോദ്യമാണ്. 2024 മെഡൽ ടേബിളിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരേ പൊസിഷനാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഒരേ ഗോൾഡിന്റെ എണ്ണമാണ് കിട്ടിയത്. ആ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 40 എണ്ണം 40. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അമേരിക്ക 1 സ്ഥാനത്ത് എത്തിയത്? പിന്നീട് ഏറ്റവും കൂടുതൽ മെഡൽ കിട്ടിയത് ഏതിനാണ്? സിൽവറിനാണ്. അപ്പൊ സിൽവർ ഏറ്റവും കൂടുതൽ കിട്ടിയ ആളാണോ അവർക്കാണ് 1ാമത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അമേരിക്ക 1 സ്ഥാനത്ത് എത്തിയെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്തവണ ഗോൾഡ് സെയിം ആയിരുന്നു. എത്രയാണെന്ന് വെച്ചാൽ 40. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും ചൈനയ്ക്കുമാണ് ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. പിന്നെ ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യയുടെ മെഡൽ നോക്കിക്കഴിഞ്ഞാൽ 1 വെള്ളിയും 5 വെങ്കലവുമാണ്. 1 വെള്ളിയും 5 വെങ്കലവുമാണ്. നമുക്ക് ഇത്തവണ സ്വർണ്ണമൊന്നും ലഭിച്ചില്ല. അങ്ങനെ മൊത്തം 6 മെഡലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അതേസമയം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 48 സ്ഥാനമായിരുന്നു. 48 സ്ഥാനമായിരുന്നു കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അതും വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആകെ പങ്കെടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ 117 പേരാണ്. 117 പേരാണ്. 70 പുരുഷന്മാരും 47 വനിതകളുമാണ് പങ്കെടുത്തത്. അതിൽ 7 മലയാളികൾ പങ്കെടുത്തു. 7 മലയാളികളാണ് പങ്കെടുത്തത്. 4 പേര് റിലേ ടീമിലാണ്. ആ പേര് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. മുഹമ്മദ് അനസ്, മുഹമ്മദ് അജ്മൽ, അമോജ് ജേക്കബ്, മിജോ ചാക്കോ. ഇവർ 4 പേരും റിലേ ടീമിലുണ്ടായിരുന്ന അംഗങ്ങളാണ്. പിന്നെ ഉള്ളത് PR ശ്രീജേഷ്. നമുക്കറിയാം ഹോക്കി താരമാണ്. ഇദ്ദേഹത്തിന് മെഡൽ നേടാൻ സാധിച്ചു. പിന്നുള്ള ആള് HS പ്രണോയ്, ബാഡ്മിന്റൺ താരമാണ്. ലാസ്റ്റ് താരം അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇത്തവണത്തെ ഇന്ത്യയിലെ മെഡൽ നമ്മൾ പറഞ്ഞു 1 വെള്ളിയും 5 വെങ്കലവുമാണ്. ഇനി ചെഫ് ദേ മിഷൻ വേറൊന്നുമല്ല, ഇന്ത്യയുടെ സംഘത്തലവൻ ആരെന്നുള്ളതാണ് ചെഫ് ദേ മിഷൻ കൊണ്ട് അർത്ഥമാക്കുക. ഇന്ത്യയുടെ സംഘത്തലവൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗഗൻ നാരംഗാണ്. ഗഗൻ നാരംഗ്. ഇദ്ദേഹം ഒരു മുൻ ഷൂട്ടിംഗ് താരമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പോയിന്റ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അജന്ത ശരത് കമലും PV സിന്ധുവുമാണ്. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ്. അദ്ദേഹം ഈ ഇടയ്ക്ക് ടേബിൾ ടെന്നീസിൽ നിന്ന് വിരമിച്ച കാര്യം കൂടി നമ്മളൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരവും PV സിന്ധു ഇവർ 2 പേരുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. അതേസമയം PR ശ്രീജേഷും മനു ഭാക്കർ ഇവർ 2 പേരുമാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. ഇതിൽ മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണെന്ന് നമുക്കറിയാം. നമ്മളത് മുന്നോട്ട് വരുമ്പോൾ കാണും. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ഈ ഒളിമ്പിക്സിൽ 6 മെഡലാണ് നമുക്ക് കിട്ടിയത്. ആ 6 പേര് അല്ലെങ്കിൽ 6 ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആള് നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര നമുക്കറിയാം ജാവലിൻ ത്രോ ആണ് അദ്ദേഹത്തിന്റെ ഇനം. ജാവലിൻ ത്രോ ആണ്. ഇത്തവണ ജാവലിൻ എറിഞ്ഞ ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ അത് 89.45 മീറ്റർ ആണ്. 89.45 മീറ്റർ. ചോദിക്കാൻ കൊള്ളാവുന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് ഓർക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. 89 എന്നുള്ളത് നിയറസ്റ്റ് 90 ആണ്. 90 സങ്കല്പിക്കുക. 90ന്റെ പകുതി എത്രയാ? 45. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. 89.45 മീറ്റർ. എന്നാൽ സ്വർണം നേടിയത് PSC ചോദിച്ച ചോദ്യമാണ്. അർഷാദ് നദീം. അത് പാകിസ്ഥാൻ താരമാണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നീരജ് ചോപ്രയാണ് വെള്ളി നേടിയത്. 89.45 മീറ്റർ. ഇദ്ദേഹം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് നേടിയിട്ടുണ്ട്? ഇന്ത്യക്ക് വേണ്ടി സ്വർണം കൂടി നേടിയിട്ടുണ്ടെന്ന് ഓർക്കുക. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും നേടിയിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ഒളിമ്പിക്സിൽ 2ാമത് മെഡൽ നേടിയ ആളാണ്. അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സിൽ എങ്ങനെ ചോദിക്കാം? 2ാമത് നമ്മൾ പറയുന്ന വ്യക്തി മനു ഭാക്കറാണ്. മനു ഭാക്കറിനെ നമ്മൾ 2 രീതിയിൽ പഠിക്കണം. ഒന്ന്, ഈ ഒളിമ്പിക്സിൽ 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനു ഭാക്കറാണ്. അതേപോലെ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് വേണ്ടി സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരം ചോദിച്ചാലും മനു ഭാക്കറാണ്. അപ്പോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന താരം ചോദിച്ചു കഴിഞ്ഞാൽ മനു ഭാക്കറാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയാൻ കാരണം?
ഇവിടെ നോക്കുക, നോർമൻ പ്രിച്ചാർഡ്. ഇദ്ദേഹം 1900 പാരീസ് ഒളിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടി 2 വെള്ളി നേടി. പക്ഷെ അതെന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടിയാണ് നേടിയത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മനു ഭാക്കർ ആണ്. മനു ഭാക്കർ ഏത് ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. 10 മീറ്റർ ആണ് 10 മീറ്റർ. അപ്പൊ ഇവിടെ വെള്ളി നേടിയത് നീരജ് ചോപ്രയാണ്. ഇങ്ങോട്ടുള്ള എല്ലാവരും എന്താണ് നേടിയത്, വെങ്കല മെഡലാണ് നേടിയത്. അപ്പൊ മനു ഭാക്കറിന്റെ ഇനം ഷൂട്ടിംഗ് ആണ്, 10 മീറ്റർ. ഇവിടെ PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മിനിസ്ട്രി ഓഫ് പോർട്സ്, അതായത് തുറമുഖ മന്ത്രാലയം ഐക്കണായിട്ട് തിരഞ്ഞെടുത്ത സ്പോർട്സ് താരം ചോദിച്ചു കഴിഞ്ഞാലും മനു ഭാക്കർ ആണ്. മനു ഭാക്കർ. ഇനി മൂന്നാമത്തെ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ മനു ഭാക്കറും സർബ്ജോത് സിംഗും കൂടി ചേർന്ന് ഉള്ള ടീം ഷൂട്ടിംഗ് ഇനത്തിൽ മെഡൽ നേടിയതാണ് മനു ഭാക്കറും സർബ്ജോത് സിംഗും. അതും 10 മീറ്റർ ആണ് ദൂരം എന്ന് ഓർക്കുക. നാലാമത്തെ മെഡൽ നേടുന്നത് സ്വപ്നിൽ കുശാലയാണ്. സ്വപ്നിൽ കുശാലെ 50 മീറ്റർ ഷൂട്ടിംഗ് താരമാണ്. 50 മീറ്റർ ഷൂട്ടിംഗ് താരം. അഞ്ചാമത്തെ താരം അമൻ ഷെരാവത്ത് ആണ്. അമൻ ഷെരാവത്ത്, ഇദ്ദേഹം ഒരു ഗുസ്തി താരമാണ്. വെങ്കല മെഡൽ തന്നെയാണ് നേടിയത്. അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി, സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെരാവത്ത്. ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ അമൻ ഷെരാവത്ത് ആണ്, ഗുസ്തി താരം. ഇനി ആറാമത്തെ വ്യക്തിയല്ല, അതൊരു ടീമാണ്. ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമാണ് ആറാമത്തെ മെഡൽ നേടിയത്. അതിലുണ്ടായിരുന്ന മലയാളി താരമായിരുന്നു PR ശ്രീജേഷ് എന്ന് കൂടി ഓർക്കുക. PR ശ്രീജേഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 16 ആണ്. PR ശ്രീജേഷിന്റെ ജേഴ്സി നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അത് 16 ആണെന്നുള്ള വസ്തുത കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ഇവരുടെ ഇനം ഒന്നുകൂടെ നോക്കാം. നീരജ് ചോപ്ര നോക്കിക്കഴിഞ്ഞാൽ ജാവലിൻ ആണ്. മനു ഭാക്കർ നോക്കിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ പിസ്റ്റൽ ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, എയർ പിസ്റ്റൽ ആണ്. അതേപോലെ മനു ഭാക്കർ സർബ്ജോത് സിംഗും ഷൂട്ടിംഗ് ആണ്. സ്വപ്നിൽ കുശാലെ ഷൂട്ടിംഗ്. അമൻ ഷെരാവത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗുസ്തി താരമാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പുരുഷ ഹോക്കി ടീമും മെഡൽ നേടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഓർക്കേണ്ടതാണ് PR ശ്രീജേഷ്. അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ 16. അത് എടുത്തു പറയാനുള്ള കാരണം ആ ജേഴ്സി നമ്പർ ഹോക്കി ഫെഡറേഷൻ പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വസ്തുത കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പോയിന്റ്, 2025 പത്മഭൂഷൺ പുരസ്കാരം ആർക്ക് കിട്ടി, PR ശ്രീജേഷിന് കിട്ടി. പത്മഭൂഷൺ പുരസ്കാരവും PR ശ്രീജേഷിന് കിട്ടിയ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ താരങ്ങളെ നമ്മൾ നോക്കി. നോർമൻ പ്രിച്ചാർഡിനെ നമ്മൾ കണ്ടു, മനു ഭാക്കറെ കണ്ടു. എന്നാൽ നമുക്ക് 2 വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായി ഇന്ത്യക്ക് 2 മെഡൽ നേടിയ താരങ്ങളെ നോക്കിയാലോ. ഒന്നാമത്തെ ആള് PV സിന്ധു, ബാഡ്മിന്റൺ താരമാണ്. രണ്ടാമത്തെ ആള് സുശീൽ കുമാർ. മൂന്നാമത്തെ ആള് നീരജ് ചോപ്ര. എന്നാൽ നമുക്കറിയാം നീരജ് ചോപ്ര 2020 2024 ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുണ്ട്. അപ്പൊ ആ വസ്തുത കൂടി ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ 3 പേരാണ് ഇങ്ങനെ നമുക്ക് 2 മെഡൽ വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായിട്ട് നേടിയിട്ടുള്ളത്. PV സിന്ധു, സുശീൽ കുമാർ, നീരജ് ചോപ്ര. അപ്പോൾ PV സിന്ധു ബാഡ്മിന്റൺ താരമാണ്, സുശീൽ കുമാർ റെസ്ലിംഗ് ആണ്, നീരജ് ചോപ്ര ജാവലിൻ ത്രോ ആണ്. അപ്പൊ ഇനി ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് 2024 ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രധാന ഇന്ത്യൻ താരങ്ങളെ കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആള് വിനേഷ് ഫോഗട്ട് ആണ്. നമുക്കറിയാം ഗുസ്തി താരമാണ്. ഫൈനലിൽ വെച്ച് എന്ത് സംഭവിച്ചു, ആ മെഡൽ നഷ്ടപ്പെട്ട കാര്യം നമുക്കറിയാം. എന്നാൽ വിനേഷ് ഫോഗട്ട് നിലവിൽ ഹരിയാനയിൽ നിന്നുള്ള MLA ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ആള് ലക്ഷ്യ സെൻ ആണ്. നമുക്കറിയാം ബാഡ്മിന്റൺ പുരുഷ സെമി ഫൈനലിൽ എത്തിയ ആദ്യ താരമാണ് ലക്ഷ്യ സെൻ. 4ാം സ്ഥാനത്താണ് എത്തിയെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാഡ്മിന്റൺ താരമാണ്. അടുത്ത് നമ്മളൊന്ന് ഓർക്കേണ്ട പേരാണ് ദിനിധി ദേശിങ്കു, നീന്തൽ താരമാണ് ദിനിധി ദേശിങ്കു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഇത്. അതേസമയം ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹൻ ബൊപ്പണ്ണയാണ്. ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ ഏറ്റവും പ്രായം കൂടിയ താരം. ഏറ്റവും പ്രായം കുറഞ്ഞ താരം ദിനിധി ദേശിങ്കു, അതേസമയം ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ ടെന്നീസ് താരമാണ്. ഇനി ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് സെങ് ഹാവോ ആണ്. സെങ് ഹാവോ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം.
ഇനി നമുക്ക് നോക്കേണ്ടത് മറ്റ് രാജ്യങ്ങളിലെ പ്രധാന മെഡൽ നേട്ടങ്ങളാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് ഈ 2 പേരാണ്. 100 മീറ്റർ ഓട്ടം സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ്. 100 മീറ്റർ ഓട്ടത്തിൽ പുരുഷന്മാരിൽ 1ാം സ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നോഹ ലൈൽസ് ആണ്. അമേരിക്കയുടെ താരമാണ് നോഹ ലൈൽസ്. ഓടിയെത്തിയ സമയം ചോദിച്ചു കഴിഞ്ഞാൽ 9.784 സെക്കൻഡ്. 9.784 സെക്കൻഡ്. അതേസമയം 2ാം സ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിഷെയിൻ തോംസൺ ആണ്. 9.789 സെക്കൻഡ്. ഒരിക്കൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ചോദിച്ചത് ഇവ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഈ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിലുള്ള സമയ വ്യത്യാസം 0.005 ആയിരുന്നു ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം. അപ്പൊ ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. 0.005 ആണ് ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം. അപ്പൊ പുരുഷ താരം നമ്മൾ കണ്ടു, 1ാം സ്ഥാനത്ത് നോഹ ലൈൽസ് ആണ്. അതേസമയം വനിതാ താരം 1ാം സ്ഥാനത്തെത്തിയ വനിതാ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സെയിന്റ് ലൂസിയ. അപ്പൊ സെയിന്റ് ലൂസിയക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടുന്ന താരം ചോദിച്ചാൽ അത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. 100 മീറ്റർ ഓട്ടം. എന്നാൽ 200 മീറ്റർ ഓട്ടത്തിൽ 1ാം സ്ഥാനത്തെത്തിയ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാബി തോമസ്. പുരുഷന്മാരിൽ 1ാം സ്ഥാനത്തെത്തിയത് ലെസിൽ തെബാഗോയാണ്. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് അർമാൻഡോ ഡ്യൂപ്ലന്റിസ്. പോൾ വോൾട്ട് താരമാണ് അർമാൻഡോ ഡ്യൂപ്ലന്റിസ്. അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡാണ് 6.25 മീറ്റർ. അപ്പൊ ആ ടേബിൾ എന്നുള്ളത് മറികടന്നത് 6.25 മീറ്റർ ചാടിയാണ് അദ്ദേഹം കടന്നതെന്ന് ഓർക്കുക. സ്വീഡന്റെ താരമാണ് അർമാൻഡോ ഡ്യൂപ്ലന്റിസ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പേര് ലിയോൺ മെർച്ചന്റ് ആണ്. നീന്തൽ താരമാണ്. നീന്തലാണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. പിന്നെ ഏറ്റവും പ്രധാനം ഗോൾഡൻ സ്ലാം നേടിയ ചോദിച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ്. എന്താണ് ഗോൾഡൻ സ്ലാം എന്ന് വെച്ചാൽ ടെന്നീസ് താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് ഗോൾഡൻ സ്ലാം. അതായത് നമുക്കറിയാം 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ. അതോടൊപ്പം ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ കൂടി നേടുന്നതിനെയാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുക. ഇത്തവണ ഗോൾഡൻ സ്ലാം നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നൊവാക് ജോക്കോവിച്ചിന്റെ രാജ്യവും പലതവണ ചോദിച്ചിട്ടുണ്ട്. സെർബിയയാണ്. പിന്നെ ഇവിടെ നമ്മളൊന്ന് ഓർക്കേണ്ടതാണ് അമി യുവാസ നമ്മൾ ആദ്യം കണ്ടല്ലോ, ബ്രേക്ക് ഡാൻസ്. ഈ വർഷം ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയാണ് ബ്രേക്ക് ഡാൻസ്. ആ ബ്രേക്ക് ഡാൻസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ചോദിച്ചാൽ അമി യുവാസയാണ്. ജപ്പാന്റെ താരമാണ്. ജപ്പാൻ താരമാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് പേര് ഓർത്താൽ മതി, മിഹിയൻ ലോപ്പസ് ഗുസ്തി താരമാണ്. ഈ ഗുസ്തിയിൽ തുടർച്ചയായിട്ട് 5 തവണ മെഡൽ നേടിയത് കൊണ്ടാണ് ആ പേരൊന്ന് ഓർക്കാൻ പറഞ്ഞത്. ക്യൂബൻ താരമാണ് മിഹിയൻ ലോപ്പസ്. അപ്പൊ ഇതിനകത്ത് 100 മീറ്റർ ഓട്ടം വിജയിച്ച പുരുഷനെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, നോഹ ലൈൽസ് ആണ്. അതേപോലെ 100 മീറ്റർ ഓട്ടം വിജയിച്ച വനിത ചോദിച്ചാൽ ജൂലിയൻ ആൽഫ്രഡ് ആണ്. രാജ്യം സെയിന്റ് ലൂസിയ. ആ 2 പോയിന്റ് ഒന്ന് മനസ്സിൽ നിർത്താൻ വേണ്ടി ഒന്ന് ഓർക്കുക. പിന്നെ അർമാൻഡോ ഡ്യൂപ്ലന്റിസ് പോൾ വോൾട്ട് താരമാണ്. സ്വീഡന്റെ താരമാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ലാസ്റ്റ് ഒരു ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ് ഹോക്കി ഫുട്ബോൾ വിജയിച്ചത് ആരാണെന്ന്. ഹോക്കി വിജയിച്ച പുരുഷ ടീം ചോദിച്ചാൽ നെതർലൻഡ് ആണ്. 2ാം സ്ഥാനത്ത് ജർമ്മനി, 3ാം സ്ഥാനത്താണ് ഇന്ത്യ. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മൾ വെങ്കല മെഡലാണ് നേടിയെന്ന് പറഞ്ഞു. ഇന്ത്യ നേടിയത് വെങ്കല മെഡലാണ്. 3ാം സ്ഥാനത്ത് ഇന്ത്യ, 1ാം സ്ഥാനം നെതർലൻഡ്, 2ാം സ്ഥാനം ജർമ്മനി, 3ാം സ്ഥാനം ഇന്ത്യ. ഇനി വനിതാ ടീം നെതർലൻഡ് ആണ്. ഒരു പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ വ്യക്തമായിട്ടൊന്ന് നോക്കുക. അതിന്റെ കാരണം ഹോക്കി വനിതാ ടീം 2024 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്ത്യയുടെ പുരുഷ ടീമാണ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയെന്ന് ഓർക്കുക. പിന്നെ ഉള്ളത് ഫുട്ബോൾ ആണ്. ഫുട്ബോൾ വിജയിച്ച പുരുഷ ടീം സ്പെയിനാണ്. അതേസമയം വനിതാ ടീം ചോദിച്ചാൽ US ആണ്. അപ്പൊ ഫുട്ബോൾ വിജയിച്ച പുരുഷ ടീം സ്പെയിനും വനിതാ ടീം US-ഉം ആണ്. ഇത്രയാണ് നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തി ഓർക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റുകളൊന്ന് ഓർത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് പോയിന്റുകൾ മനസ്സിൽ കിട്ടിയാൽ മതി. 1ാം സ്ഥാനം US, 2ാം സ്ഥാനം ചൈന, ഇന്ത്യയുടെ സ്ഥാനം 71, ഫ്രാൻസിന്റെ സ്ഥാനം 5. US-ഉം ചൈനയും നേടിയ സ്വർണങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 40 വീതമാണ്. ടോട്ടൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് US-നാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.